നമുക്കിപ്പോൾ താങ്ക് ചെയ്യേണ്ടത് നമ്മളെ പാരൻസിനോട് തന്നെയാണ്. കാരണം അവരാണ് എങ്ങനെ ഇപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാത്ത മെൻ്റലി ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് തരുന്നത് പാരൻസാണ്. ഇപ്പോൾ ഞാൻ +2 കഴിയുന്ന സമയത്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം CA എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്ന സമയത്ത് പാരൻസാണ് പറയുന്നത് എന്താണോ നിൻ്റെ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്തോ. അപ്പോൾ ഈ പൈസേൻ്റെയൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ഒരു സാധാ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പോൾ പൈസേൻ്റെ ഒരു പ്രശ്നം വരികയാണെങ്കിലും അവർ അതൊന്നും അങ്ങനെ കൺസേൺഡ് ആയിരുന്നില്ല. അതൊന്നും നീ നോക്കണ്ട, എനിക്ക് പഠിക്കാൻ എന്താണോ കംഫർട്ട് ആ രീതിയിൽ പഠിച്ചോ എന്നുള്ള രീതിയിലാണ് പാരൻസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലെപ്പോഴും സ്ട്രൈക്കായിരുന്നു. കാരണം അവർ നമുക്ക് വേണ്ടി അത്രയും ഇത് ചെയ്യുമ്പം നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് നമ്മളിട്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പം ഈ 5 വർഷമാണ് ഞാൻ ഈ കോഴ്സിൽ എടുത്തത്. അതിലിപ്പോൾ 3 year ഓഫ് ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ അക്കാഡമിക്കലി ഇപ്പോൾ പഠിക്കേണ്ട ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു ലക്ഷ്യൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് ഉപരി ഞാൻ അവിടെ രാവിലെ മുതൽ അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ പാസ്സായത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടുത്തെ മെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് വന്നാലും അത് പറഞ്ഞു തരാനുള്ള ആളുകൾ അവിടെ ഉണ്ട്. എനിക്ക് അതൊരു ലക്ഷ്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഹോമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അത് നമുക്ക് ലക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ലക്ഷ്യനോടും ഇതിന് താങ്ക് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്.